ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്ന് കടച്ചക്ക കൊണ്ടൊരു അടിപൊളി സ്വാദിഷ്ടമായ തോരൻ വെക്കാം. അതിനായിട്ട് കുറച്ച് കടച്ചക്ക ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി കറയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്കിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ച് 2 വിസിൽ മാത്രം അടിച്ച് വേവിച്ചെടുക്കാം. കടച്ചക്ക വേകുമ്പോഴേക്കും അതിനാവശ്യമായ ബാക്കി ചേരുവകൾ നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പെരുംജീരകം, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 2-3 കാന്താരി മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. കുക്കർ 2 വിസിലടിച്ചതിന് ശേഷം പ്രഷറെല്ലാം പോയി നോർമലായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കടച്ചക്ക നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അധികം കുഴഞ്ഞു പോയിട്ടുമില്ല, കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 2 വറ്റൽമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചേരുവകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ മിക്സിയിലിട്ട് ഒതുക്കാൻ നേരത്ത് ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം ആവി കയറ്റി വേവിക്കാം. ഇടയ്ക്കൊന്ന് അടിയിൽ പിടിക്കാതെ ഇടയ്ക്കൊന്ന് മൂട തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റോളം ആകാറായിട്ടുണ്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ കടച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്